റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പത്തനംതിട്ട അടൂരിൽ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവതിയെ ആൺസുഹൃത്ത് കെട്ടിത്തൂക്കി കൊന്നതാണ് എന്ന് കുടുംബം. മകൾ വീടിനകത്തേക്ക് കയറി കതകടയ്ക്കുന്നതിന് മുൻപ് അരുൺകുമാറും അകത്തേക്ക് കയറി. മകളെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് അരുൺകുമാർ വന്നത്. പണം ആവശ്യപ്പെട്ട് ഷഹനെ അരുൺകുമാർ സ്ഥിരം ശല്യപ്പെടുത്തിയിരുന്നുവെന്നും ഷഹനയുടെ അമ്മ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കൊച്ചു ജോലിയും കഴിഞ്ഞ് വരുന്നത് നോക്കിയിരുന്നിട്ട് അവൻ പാത്തിരുന്നിട്ട് കുഞ്ഞിന്റെ പുറയിൽ തന്നെ കയറിപ്പോയി. ആ പോകുന്നതും അപ്പുറത്തെ വീട്ടിൽ അവർ കണ്ടോണ്ടിരിക്കുക. കൊച്ചിന്റെ പുറകെ തൊട്ടില്ലെന്നും പറഞ്ഞ് കുഞ്ഞ് അറിയുന്നില്ല. അവള് ചെന്ന് കയറി കതവ് അടയ്ക്കുന്നതിന് മുമ്പ് അവനെ ആ ബൈക്കും വീട്ടിന്റെ വാതിലിൽ തന്നെ കൊണ്ടുവച്ചിട്ട് ചാടി കയറുക. അപ്പോഴത്തേക്ക് കുഞ്ഞിന്റെ ഭയങ്കര ബഹളവും വായും അരപ്പുമായിട്ട് കരച്ചിലുമായിട്ട് കേട്ട് അപ്പുറത്തെ വീട്ടിൽ അവരാണ് മെമ്പറിനെ വിളിച്ച് പറഞ്ഞത്. മെമ്പർ വന്നപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞു. മെമ്പർ പോയി കതവിന് കൊട്ടുമ്പം ഈ ആള് എൻ്റെ കുഞ്ഞ് തൂങ്ങി നിൽക്കുന്നു. എല്ലാം കഴിഞ്ഞു. ഇവൻ കസേരയിൽ അന്തസ്സായിട്ടിരിക്കുക. ഇരുന്നിട്ട് വന്ന് വിളിച്ചപ്പോൾ കതവ് തുറക്കുമ്പം കുറ്റിയിട്ടിട്ടില്ല, കതവിന് ചാരിയിട്ടേ ഉള്ളൂ. വന്ന് തുറക്കുമ്പം ചോരയോടെ കുളിച്ച് നിൽക്കുക. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രവീൺ, ഈ ആൺസുഹൃത്ത് അരുൺകുമാർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഇയാളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കൃത്യമായി ദൃക്സാക്ഷികൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ് കുടുംബം ഇപ്പോൾ പറയുന്നത്. ഇയാൾ ഷഹനയ്ക്ക് പിന്നാലെ വീട്ടിലേക്ക് കയറുന്നത് കണ്ടു. പിന്നീട് മെമ്പർ വന്ന് വാതിൽ തുറക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി തൂങ്ങി നിൽക്കുന്നതും ഇയാൾ കസേരയിൽ ഇരിക്കുന്നതടക്കം കണ്ടു എന്നതടക്കം ദൃക്സാക്ഷികൾ അടക്കമുണ്ട് എന്ന് കുടുംബം പറയുന്നു. മാധവ്, നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് ഈ പ്രതി അരുൺകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയം ഈ ഷഹനയുടെ മാതാവ് പറയുന്നത് തൻ്റെ മകളെ അരുൺകുമാർ കെട്ടിത്തൂക്കി കൊന്നു എന്നുള്ളതാണ്. അതിന് നിരവധി കാര്യങ്ങൾ, ചില സംശയങ്ങൾ ഒക്കെ അവർ പറയുന്നുണ്ട്. പ്രധാനമായും അയൽവാസി ഈ കാര്യങ്ങൾ കണ്ടു എന്നുള്ളതാണ്. അതായത് ഈ അരുൺകുമാർ വീടിന് സമീപത്ത് ഒളിച്ചു നിൽക്കുകയായിരുന്നു. ജോലി കഴിഞ്ഞ് ഷഹന വീട്ടിലേക്ക് പോകുന്നു. ആ വീട്ടിലേക്ക് കയറുന്നതിന് തൊട്ട് പുറകെ അരുൺകുമാറും അവിടേക്ക് എത്തി. വാതിൽ തുറന്ന് മകൾ അകത്തേക്ക് കയറുന്നു. അതിന് തൊട്ടു പുറകെ തന്നെ അരുൺകുമാറും വാതിൽ തുറന്ന് വീടിനകത്തേക്ക് കയറുന്നു. പിന്നീട് അവിടെ വലിയ ശബ്ദങ്ങൾ കേട്ടിരുന്നു, തർക്കം നടക്കുന്നതിൻ്റെയൊക്കെ ശബ്ദങ്ങൾ കേട്ടിരുന്നു. അങ്ങനെയാണ് അയൽവാസി അവിടെ വാർഡ് കൗൺസിലറെ വിവരം അറിയിച്ചത്. വാർഡ് കൗൺസിലറും നാട്ടുകാരും ആ വീട്ടിലേക്ക് എത്തിയിരുന്നു. അതിനുശേഷം മുറിക്കകത്തേക്ക് കയറിയപ്പോഴാണ് നാട്ടുകാർ കണ്ടത് ഈ സ്റ്റെയർ കേസിൽ ഷഹന തൂങ്ങി നിൽക്കുന്നതായിട്ട്. ആ സമയം അവിടെ ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു അരുൺകുമാർ എന്നാണ് നാട്ടുകാരും ഒപ്പം തന്നെ ഈ മാതാവും പറയുന്നത്. പോലീസ് ഇപ്പോൾ നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസ് എടുത്തിരിക്കുന്നു. പക്ഷെ അത് പോരാ, തന്റെ മകളെ കെട്ടിത്തൂക്കി കൊന്നതാണ് എന്നാണ് ഇപ്പോൾ മാതാവ് പറയുന്നത്. അതേസമയം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ പൂർത്തിയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് തൂങ്ങി ഉള്ള മരണം എന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ട് ഇപ്പോൾ ഈ അരുൺകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയം മാതാവ് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ മാത്രം ആധികാരികമാക്കിക്കൊണ്ട് ഈ ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രം ചുമത്തിയാൽ പോരാ, മറ്റ് അന്വേഷണങ്ങളിലേക്കും പോകണം. എങ്ങനെ അവിടെ അത് സംഭവിച്ചു? മറ്റൊന്ന്, ഈ അരുൺകുമാറിന്റെ ദേഹത്ത് വസ്ത്രങ്ങളിലൊക്കെ ചോരപ്പാടുകൾ ഉണ്ടായിരുന്നു, മകളുടെ ദേഹത്ത് ചോരപ്പാടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചോര അവിടെ എങ്ങനെ വന്നു? മർദ്ദനം വല്ലതും നടന്നിട്ടുണ്ടോ? അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘം പോകണം എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഏതായാലും മകളെ ഈ അരുൺകുമാർ കെട്ടിത്തൂക്കി കൊന്നതാണ് എന്ന ആരോപണത്തിൽ തന്നെ കുടുംബം ഉറച്ചു നിൽക്കുകയാണ്. ഈ മെമ്പർ അടക്കം അവിടെ വരികയും ഇയാൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയും ഒക്കെ ചെയ്തതാണ്. എന്തുകൊണ്ടാണ് അരുൺകുമാറിനെതിരെ പിന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുത്തിരിക്കുന്നത്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? മാധു, ഈ കേസിൽ ഏറ്റവും നിർണായകമായത് ഒരു ഫോട്ടോഗ്രാഫായിരുന്നു. അതായത് ഈ സംഭവം നടന്ന ദിവസം തന്നെ നാട്ടുകാർ അവിടേക്ക് വന്നപ്പോൾ ആരോ ഒരാൾ മൊബൈൽ ഫോണിൽ ഒരു ഫോട്ടോ എടുത്തിരുന്നു. ആ ഫോട്ടോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മുറിക്കകത്ത് നിന്നും ഈ അരുൺകുമാർ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ആ ഫോട്ടോയിൽ സൂക്ഷിച്ചു നോക്കിയാൽ അരുൺകുമാറിന്റെ തൊട്ട് പുറകിൽ സ്റ്റെയർ കേസിൽ ഈ യുവതി തൂങ്ങി നിൽക്കുന്നത് നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. അത് ഷാളിലാണ് തൂങ്ങി നിൽക്കുന്നത്, സ്റ്റെയർ കേസിൽ തന്നെയാണ് തൂങ്ങി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫ് അത് സാമൂഹ്യ മാധ്യമങ്ങൾ കൂടി പ്രചരിപ്പിച്ചിരുന്നു. അതാണ് ഏറ്റവും കൂടുതൽ സംശയത്തിന് ഇടയാക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമുക്കറിയാം, ഒരു തൂങ്ങിമരണം സംഭവിക്കുമ്പോൾ അത് തൂങ്ങിയാണ് മരണം എന്ന് മാത്രമായിരിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടാവുക. അത് കെട്ടിത്തൂക്കി കൊന്നതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നതൊക്കെ പോലീസ് അന്വേഷണത്തിലേക്ക് ആണ് കൃത്യമായിട്ട് അത് വെളിവാവുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തെ അധികരിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ പോലീസ് ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരിക്കുന്നത്. പക്ഷെ കുടുംബം പറയുന്നത് ആത്മഹത്യയല്ല എന്ന് പറയുന്നു. ആ വീടിനകത്ത് അവിടെ തർക്കങ്ങൾ നടന്നിരുന്നു. അതുമാത്രമല്ല, ഈ അരുൺകുമാറിനെ അന്ന് തന്നെ അടൂർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു, വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു. അപ്പോൾ അരുൺകുമാർ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന്, തനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടായിരുന്നു, അപ്പോൾ മതം മാറണമെന്ന് ഷഹനയോട് ഇയാൾ പറഞ്ഞിരുന്നു. മറ്റൊന്ന്, സ്വകാര്യ ദൃശ്യങ്ങൾ അയാളുടെ ഫോണിൽ ഈ പ്രതി അരുൺകുമാർ പകർത്തിയിരുന്നു. ഒരു ഘട്ടത്തിൽ വിവാഹ
വിവാഹത്തിന് സമ്മതമല്ല എന്ന് ഈ ഷെഹ്ന പറഞ്ഞിരുന്നു. ഷെഹ്ന നേരത്തെ വിവാഹം കഴിച്ചതാണ്, ഭർത്താവുമായി അകന്ന് കഴിയുകയായിരുന്നു, ഒരു കുഞ്ഞുമുണ്ട്. നിരന്തരം ആ വീട്ടിലേക്ക് ഇയാൾ വരാറുണ്ടായിരുന്നു അയൽവാസികൾ തന്നെ പറയുന്നുണ്ട്. പക്ഷെ മാതാവിന്റെ ഒരു വാക്ക് എന്നുള്ളത് ഇയാൾ പലപ്പോഴും ആ വീട്ടിലേക്ക് വരാറുണ്ട്, മകൾക്ക് സ്വൈര്യം കൊടുക്കാറില്ല. ഈ സംഭവം നടന്ന ദിവസം തന്നെ ഈ വീടിന് സമീപത്ത് തന്നെയാണ് മുത്തശ്ശിയും ഇവരുടെ മകളും ഉണ്ടായിരുന്നത്. അവിടേക്കാണ് ജോലി കഴിഞ്ഞ് ആദ്യം എത്തിയത്. അതിനുശേഷം 6:30 കൂടിയാണ് ഈ സംഭവം നടന്ന വീട്ടിലേക്ക് എത്തിയത്. രാത്രി അവിടെ മകൾ തങ്ങാറില്ല, കാരണം ഈ അരുൺകുമാറിന്റെ ശല്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്നപ്പോൾ അങ്ങനെ നിരന്തരം ഒരു ശല്യമായിരുന്നു, ഒപ്പം തന്നെ ഭീഷണി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഒരു കൊലപാതകം തന്നെയാണ് എന്ന് മാതാവ് പറയുന്നു. പലപ്പോഴായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്നാണ് വിവരങ്ങൾ നൽകിയത്. കടുത്ത ഭീഷണി ഉണ്ടായിരുന്നു ഈ യുവതിക്ക് എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. മാത്രമല്ല ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇയാളുടെ ശരീരത്തിൽ ബ്ലഡ് അടക്കം ഉണ്ടായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളൊക്കെ മാധ്യമങ്ങളോടടക്കം പ്രതികരിക്കുകയും ചെയ്ത. മരണം നടക്കുന്ന സമയത്ത് അയാൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. രണ്ടുപേരും വീട്ടിലേക്ക് കയറി പോകുന്നത് കണ്ട ദൃക്സാക്ഷികളുണ്ട്. പിന്നീട് എന്തുകൊണ്ടാണ് ഈ അന്വേഷണം അങ്ങനെ പോകുന്നത് എന്നത് സംബന്ധിച്ചൊക്കെ കുടുംബത്തിന് വലിയ പരാതിയുണ്ട്.